ഗൈസ്, നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോണെന്ന് അറിയാമോ? എനിക്ക് സത്യം കണ്ടന്റ് അറിയത്തില്ല. ഈ വീട് വെച്ചല്ല, ഈ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു സാധനം മിസ്സിംഗ് ആയി തോന്നുന്നു. വാഷിംഗ് മെഷീൻ, തിയേറ്ററിന് സ്പേസറിലായിട്ടിരിക്കുന്നു. അങ്ങനെയാ വലിയ സാധനം, വലിയ സാധനം, നീല കളറിലിരിക്കും. ബുദ്ധി വർക്കാവില്ല. ക്ലൂ എന്തേലും ഉണ്ടാ? വെള്ളം. നമ്മൾ ഇവിടെ വലിയൊരു പൂള് വെക്കാൻ പോകുന്നു. നമുക്ക് ആദ്യം ഈ സാധനം ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു എഞ്ചിനീയർ വേണം. ഇതെല്ലാം കൊണ്ടുവന്ന് പറഞ്ഞ് അളവെടുക്കുന്ന സാധനം എല്ലാം കൊണ്ടുപോവാ, മുകളിൽ വാങ്ങുന്ന ആനി എല്ലാം എടുത്തിട്ട് വന്നു. ഇവിടെ ഇത്ര അളവെടുക്ക്. നമ്മളങ്ങനെ അളവെല്ലാം എടുത്ത് എന്തിനാ അളവെടുത്തെന്ന് അറിയാവോ? ഇവിടെ നമ്മളൊരു സാധനം കെട്ടാൻ പോവുകയാണ്. എന്താണ് കെട്ടാൻ പോകുന്നത്? ഇവിടെ 2 നില വീട്ടിൽ ആനി 3ാമത്തെ നില കെട്ടാൻ പോകുന്നത്. സ്വിമ്മിംഗ് പൂളാ കെട്ടാൻ പോകുന്നത്. അവള് കറക്റ്റ് കണ്ടുപിടിച്ചേണ്ട അളവെടുത്തപ്പോ സ്വിമ്മിംഗ് പൂൾ കെട്ടാൻ പോകും. നമ്മളിവിടെ ആനി കെട്ടാൻ പോകുന്നത് ആനി എഞ്ചിനീയർ. അതുകൊണ്ട് ഞാൻ താഴെ ഡെയിലി കുളിക്കും, ഇവിടെ വരത്തില്ല. ആനി അളവെല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ലിറ്റർ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്? ലിറ്റർ ഒരു ആനി അളവെന്തിനെടുത്ത് എനിക്ക് ലിറ്റർ കണക്ക് അറിഞ്ഞൂടാ. ഒരു ഉദ്ദേശം വെച്ച് പറയണം. 1 കിലോ ഓളെ കണ്ടുപിടിക്കാറുണ്ട്. 3500 ലിറ്റർ ഇല്ലേ? 3500 ലിറ്ററിൽ നമ്മളവിടെ പൂളാവും. ഞാൻ 200 എന്ന് പറയാൻ വന്നു. അത് ഫോർമുല എല്ലാം തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അല്ല, ഇതാണ് ഫൈനൽ ആൻസർ. 21,406 ലിറ്റർ. അത് ഫുള്ള് കവറായി നിക്കണമെങ്കിൽ 21,406 ലിറ്റർ. ചാറ്റ്ജിപിറ്റി ചതിക്കുകയാണോ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം. ചാറ്റ്ജിപിറ്റി അങ്ങനെയാണ് പറഞ്ഞത്. 21,000 ലിറ്ററാണ് ചാറ്റ്ജിപിറ്റി പറഞ്ഞത്. 1000 ലിറ്ററാണ് ഈ ടാങ്ക്. ഈ ടാങ്കിന്റെ ഇരട്ടി വേണം, കാരണം ഇത്ര വലിയ സ്പേസ് ആണ്. ഇപ്രാവശ്യത്തെ എഞ്ചിനീയർ ആയ ഞാൻ ഇവിടെ വരത്തില്ല കേട്ടാ. ഞാൻ എഞ്ചിനീയറിംഗ് അല്ല പഠിച്ചത്. ഞാൻ എഞ്ചിനീയറിംഗ് അല്ല പഠിച്ചത്, അത് ഞാൻ എഞ്ചിനീയർ ആണ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ അളവ് തന്നിട്ടുണ്ട്. നീ എന്തൊരു പഠിച്ചത്? നീ പ്ലസ് വരെയെങ്കിലും പഠിച്ചാ? ഇതൊക്കെ ബികോം ഫിനാൻസ്. ഇത് എക്സ്പെരിമെന്റ് ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യണ നിങ്ങൾക്ക് ഒരു 5000 രൂപ നിർത്തി തരാം. ആനി ചെയ്യുവാണെങ്കിൽ 12,000 രൂപ ആവും. നീ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും? ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ടാർപ്പ് വെച്ച് സെറ്റ് ചെയ്യും. 21,000 ലിറ്റർ വേണം. 21,000 ലിറ്റർ ഒന്നും ഈ സ്പേസ് താങ്ങത്തില്ല. അത് നമ്മൾ താങ്ങൂല്ലെന്ന് അത് കണ്ടുപിടിക്കണം. ആനി അടുത്ത ഫോർമുലയുടെ ഒന്ന് താങ്ങൂല. ഇതിന്റെ ബേസ് ഇത്ര ഉള്ളൂ. ഏരിയ ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു വെയിറ്റ് ഇൻറ്റു കാൽക്കുലേറ്റ്. ഇതിന്റെ കോൺക്രീറ്റ് ഹൈറ്റ് വെയിറ്റ് വിഡ്ത് താങ്ങത്തില്ല. ഇത്ര ഇവിടെ താങ്ങത്തില്ലെന്നല്ല, താങ്ങും തൽക്കാലത്തേക്ക് താങ്ങ്, അതിനുശേഷം ഡാമേജ് വരും ഉറപ്പ്. ബിൽഡിങ്ങിന് ഡാമേജ് വരും എന്നാണ് ജോസേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയും. എവിടെ സെറ്റ് ചെയ്യാൻ കൊറേ ആലോചിച്ച് ഒന്നും കിട്ടുന്നില്ല. കാരണം ഇത്ര വെയിറ്റ് താങ്ങണ്ടേ, ആണ് നമുക്ക് ടാസ്ക്. കൊറേ ആലോചിച്ച് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്താലോ? ആക്ച്വലി നല്ല പ്ലാനാണ്. ഇവിടെ നമുക്ക് ഒന്നാമത് കുഴിഞ്ഞാണിരിക്കുന്നത്. ഇവിടെ വെള്ളം എന്തായാലും താങ്ങാനുള്ള നല്ല രീതിക്ക് ബേസ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ അടിയിൽ. അപ്പൊ താങ്ങും ഉറപ്പ്. ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. നമ്മളിവിടെ കടയിൽ ടാർപ്പ മേടിക്കാനായിട്ട് വന്നു. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുതെടുക്കാം, അപ്പോഴേ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒതുക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് അമ്മയ്ക്ക് വേണ്ടിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കിട്ടുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. നിങ്ങൾ ഇത് വൃത്തിയാക്കാതെ വീട് ആ കിച്ചണെല്ലാം വൃത്തിയാക്കി. ടാർപ്പ മേടിക്കാൻ വന്ന കടയിലില്ലാന്ന് പറഞ്ഞിട്ട് നമ്മള് ഗോഡൌണിൽ പോയി എടുക്കുന്ന കേസ്. നമ്മൾ പൂളിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാർപ്പ നമുക്ക് അവിടെ എത്തുമെന്ന് അറിയത്തില്ല. ജിമ്മൻ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ച് ബോർഡ് ഉണ്ട്. സ്വിച്ച് ബോർഡ് താഴെ ഇരിക്കുന്നുണ്ട്. 1 2 3 3 സ്വിച്ച് ബോർഡ് ഉണ്ട്. 1 2 3 4 സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പൊ വെള്ളം അതിനകത്ത് ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഫുള്ള് കവർ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആദ്യം അത് ഒട്ടിക്കാം, എന്നിട്ട് ഫുള്ള് കവർ ചെയ്യാം. ആദ്യം നമുക്ക് 2 ലെയറിൽ ഒട്ടിക്കാം. ആദ്യം സ്വിച്ച് ബോർഡിന് മുകളിൽ ഇത് ഒട്ടിക്കാം, പിന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മുകളിൽ അതും മേളിൽ ഒട്ടിക്കാം.
പോലെ നമുക്ക് എല്ലായിടത്തും ചെയ്യാം. സേഫ്റ്റിയാണ് ഫസ്റ്റ്. ഞങ്ങൾ ചെയ്യുന്ന പോലെ ആരും ചെയ്യരുത്. കൊച്ചു പിള്ളേർ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ട്രൈ അറ്റ് ഹോം. ഇതാണ് സെക്കൻഡ് ലെയർ. നമ്മൾ പത്ര പേപ്പർ വയ്ക്കുമ്പോൾ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ര പേപ്പറിൽ അറിയാൻ പറ്റും. അതാണ് നമ്മൾ പത്ര പേപ്പർ വയ്ക്കുന്നത്. ബുദ്ധിയൊക്കെ വിമാനം തന്നെ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നു. എല്ലാം സെറ്റ്. ഇനി ടാർപ്പ വരിച്ചാലാ ആനി ആ ടാർപ്പ ആദ്യം തൂക്കിയ ഞാൻ ഫുള്ള് ഒറ്റയ്ക്ക് ചെയ്യും. കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ടാർപ്പ കട്ട് ചെയ്ത് ഇട്ടിക്കാൻ പോകണം. നമ്മൾ കുറച്ച് ടാർപ്പ കീറിയിട്ടുണ്ട്. ഈ വലിയ ടാർപ്പ എന്നല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞു ടാർപ്പയുടെ മേടിച്ചിട്ടുണ്ട്. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചത്. അത് നമ്മൾ കീറി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, സ്വിച്ച് ബോർഡിൽ വെള്ളം ആവാതിരിക്കാൻ. ഇത് സ്ട്രോങ് ടാപ്പാണ് കണ്ടോ. അതാണ് നമ്മൾ ഏറ്റവും മുകളിൽ പ്ലാസ്റ്റിക്കിന് മുകളിൽ ഒട്ടിച്ചത്. ഇനി ഒട്ടും പേടിക്കേണ്ട, വെള്ളമൊന്നും നമുക്ക് അകത്ത് കയറത്തേ ഇല്ല. നമ്മൾ എത്ര സേഫ്റ്റി എടുക്കുന്ന നോക്കണ്ട. ഇത് ഒരു 100% ഉള്ളൂ അകത്ത് വെള്ളം കയറാനുള്ള സാധ്യത. അതിനകത്ത് നമ്മൾ വീണ്ടും ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും നമ്മൾ സെലോ ടാപ്പ് ഇട്ട് അടച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പറിന്റെ പുറത്ത് ഫുള്ള് സെലോ ടാപ്പാണ്, എന്നിട്ട് ന്യൂസ് പേപ്പർ, എന്നിട്ട് ഫുള്ള് സെലോ ടാപ്പ്. അകത്ത് വെള്ളമേ കയറത്തില്ല. എല്ലാം സെറ്റ്. എല്ലായിടത്തും ചെയ്താലോ? ചെയ്യാം. എല്ലാം നമ്മൾ ഒപ്പിച്ചു. ഇനി ടാപ്പ് വയ്ക്കുക, വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താലോ? അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ടാർപ്പ് ഈ സ്ഥലത്ത് ഫുള്ളും വിരിച്ചാൽ മാത്രം മതി. ഗൈസ്, ഈ സാധനം നമ്മൾ വിചാരിച്ചേക്കാളും വലുത് ഗൈസ്. നമുക്ക് കോർണർ പിടിച്ചിരിക്കാൻ വേണ്ടിയാ ഇരിക്കണത്. ഇളകി പോകുന്നു. തെറ്റായിരിക്കുന്നില്ല കറക്റ്റായിട്ട്. അവിടെ സെറ്റായി വരാൻ കുറെ ടൈം എടുക്കും. ഇത്രയും ചെയ്തപ്പോ ചത്ത കേട്ട ആള് നല്ല ടയേർഡായി. കാണുമ്പോ സിമ്പിൾ എന്ന് വിചാരിക്കും. ടാർപ്പ വിരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ സിമ്പിൾ എന്ന് വിചാരിച്ചു. നിങ്ങൾ ബാക്കി ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ള് ടാർപ്പ വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. വെള്ളം ഒഴിക്കുമ്പോൾ കോൺഫിഡൻസ് കുറവ് എന്താണെന്നറിയാമോ? മുകളിൽ കെട്ടിയത് ആനയാണ്. അത് ഇളകി വീഴാത്ത. ഇല്ല ഇല്ല, എനിക്ക് പേടി. ഇല്ല, വെള്ളം ഇവിടെ തന്നെ നിന്നോളൂ. അത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയതാണ്. സംഭവം എന്ന് പറയാമോ, നമ്മൾ വീട് കെട്ടുന്ന സമയത്ത് ഈ മുകളിൽ ഒരു സാധനം ഉണ്ട്. അതുവഴി ഈ പ്ലേസിൽ വെള്ളം ഓൾറെഡി വന്നതൊന്നും നിൽക്കുമായിരുന്നു. അപ്പൊ ഈ സ്ഥലത്തുനിന്ന് വെള്ളം വലിക്കില്ല, ഉറപ്പ്. ടോയ്ലറ്റിനും ചോപ്പ് ബാത്റൂമിനും ഇത്ര ഒഴിക്കുമ്പോൾ എത്രത്തോളം ഫിൽ ആവുന്നു. 2 ബക്കറ്റ് ഒഴിച്ചപ്പോൾ ഇത്രയും തന്നെ ആയി കണ്ടോ. നമ്മൾ എത്രത്തോളം ബക്കറ്റ് ഇട്ട് ഒഴിച്ചാൽ നിറയാൻ പോകുന്നില്ല. നമുക്ക് മോട്ടറിൽ ഓസ് കണക്ട് ചെയ്ത് തന്നെ അടയ്ക്കാം. ഏറ്റവും അറിയാം, അമ്മ ഒന്നും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അമ്മയൊക്കെ വന്ന് ഷോക്കാവും. വീടിന്റെ ഹോളിൽ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുമോ. ഗൈസ്, ഇത് നമ്മൾ അരമണിക്കൂറായിട്ട് ഇത് ഇത്ര തന്നെ റെഡിയായി. ഇനി എനിക്ക് 1 മണിക്കൂർ എടുക്കും ഫുള്ള് റെഡി ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്നാക്സ് ആയിട്ട് ഇടയ്ക്ക് പൈനാപ്പിളും മുളക് പൊടി. പൈനാപ്പിൾ ഇങ്ങനെ എടുത്ത് സ്പൂണ് നമുക്ക് കുറച്ച് കളർഫുൾ ആക്കണം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഭാവ ഇതുവരെയ്ക്ക് ഈ സാധനം കണ്ടില്ല. ഇത് നമ്മൾ സെറ്റ് ചെയ്യണത് അങ്ങനെ അറിയത്തില്ല.
അപ്പൊ ഗൈസ് നമ്മുടെ പൂളെല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ വീട്ടുകാരും കൊണ്ട് അവിടെ അടിച്ച് പൊളിക്കുവാണ് ഗൈസ്. സ്വപ്നത്തിന് പോലും വിചാരിച്ചില്ല വീട്ടിനകത്ത് പൂളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത്ര വൈബാവെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാരും ടി വി ഒക്കെ മറന്നതിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. ടി വി വെള്ളം ഒഴിച്ചോടാ. ടി വി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പൂളിൽ ഇരുന്നിട്ട് സിനിമ കാണാം. സ്വിമ്മിംഗ് പൂള് കെട്ടിട്ട് അവിടെ നല്ല സ്ഥലമുണ്ട്. കുടിയുടെ മുന്നിൽ ഞങ്ങൾ അവിടെ തന്നെ ഇത് ചെയ്യാറുണ്ട്. പുറത്തു നിന്നൊന്നും നെട്ടിപ്പോയി. സൂപ്പർ. ഞാനത് തന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണാൻ ഇവരൊക്കെ എല്ലാം കൂടെ എല്ലാം മാറ്റി വെച്ചിരിക്കുന്നു. എന്താ പ്ലാനൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ വിചാരിച്ച് ഇവര് വൃത്തിയാക്കാൻ പോണെന്നാണ്. വീട്ടിലെ പൂള് ഏത് പൂള്? വീട്ടിലെ പൂള് ഈ ഏത് മൂട്? വീട്ടിലെ മൂട്. ഏത് മൂട്? ബിങ്കോ മൂട്. ഏത് പൂള്? ഗൈസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളെ കൊണ്ട് ഇത്ര വലുതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി അടുത്ത തവണ ഇതിലും വലുതായിട്ട് ചെയ്യണമെങ്കിൽ ഇത്ര comment ഇടുക. വൈബാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പൂള ഉണ്ടാക്കുമായിരിക്കും. പിന്നെ ഡോണ്ട് ട്രൈ അറ്റ് ഹോം. ഇത് ഭയങ്കര വയറിങ്ങിന്റെ കളിയൊക്കെ ഉള്ളതാണ് ഇവിടെ. വയറില്ലാത്ത സ്ഥലത്തൊക്കെ ചെയ്യുന്നതിന് നമ്മൾ കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ വീഡിയോ നിർത്താനുള്ള കാരണം കറണ്ടൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എല്ലാം ഇവിടെ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇവിടെ മാറ്റണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം നമ്മള് എല്ലാം ഉള്ള ഓസിന്റെ അകത്ത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. 35 പ്രാവശ്യം എടുത്താണ്.